ഹായ് ആർമീസ്. അപ്പോൾ ഇത് നമ്മളുടെ ലവ് ആഫ്റ്റർ വാറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇൻട്രോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളുടെ കുടുംബമാണ് കേട്ടോ, അതായത് നമ്മളുടെ നായികമാരുടെ കുടുംബം. അപ്പോൾ അവിടെ ആദ്യം തന്നെ ആ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണിക്കുന്നത് അടുക്കളയാണ്. അടുക്കളയിൽ നമ്മളുടെ അലി അവന്തിക നിൽപ്പുണ്ട്. കൂട്ടിന് അമ്മമാർ 3 പേരുമുണ്ട്. അലി അവന്തിക അവിടെ നിന്ന് സഹായിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള അടുത്ത 2 നായകന്മാർ, അതായത് കല്യാണിയും ആർച്ചയും കൂടി അച്ഛന്മാരുടെ കൂടെയാണ്. അതായത് പോലീസ് ഓഫീസറായ അച്ഛൻ ഇവിടെ ഇല്ല, അദ്ദേഹത്തിന് ദൂരെ എവിടെയോ ഒരു സ്ഥലത്താണ് ജോലി. അപ്പോൾ അവർ 2 പേരും ബാക്കിയുള്ള 2 അച്ഛന്മാരുടെ കൂടെ ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള 3 നായികമാരുണ്ടല്ലോ, അതായത് അവളുടെ പേര് കൃഷ്ണയും പ്രിയയും പിന്നെ അനുഗ്രഹ, അവർ 3 കൂടെ അമ്പലത്തിൽ പോയേക്കാണ്. സൈക്കിളിലാണ് കേട്ടോ, അവർക്ക് കാറും സ്കൂട്ടിയൊന്നും ഓടിക്കാൻ അറിയത്തില്ല, അവർ സൈക്കിളിലാണ് പോണത്. അങ്ങനെ അവർ 3 പേരും കൂടെ സൈക്കിളിൽ അമ്പലത്തിൽ പോയിക്കാണ്. അപ്പോൾ ഇവർ 4 പേരും പോയിട്ടോ, രാവിലെ എണീറ്റു. ഇവർ ഇത്തിരി എണീക്കാൻ താമസിച്ചുകൊണ്ട് നമ്മുടെ നായകന്മാർ, അതായത് 4 നായകന്മാർ ആ സമയത്തിന് പോയിട്ട് വന്നു. അതുകൊണ്ട് ഇവൾമാർ താമസിച്ചതിൻ്റെ പേരിൽ എന്തായാലും പോയേ പറ്റുമെന്ന് പറഞ്ഞ് അവർ പോയേക്കാണ്. അപ്പോൾ ഇനി നമ്മുടെ നായകന്മാരുടെ വീട് നോക്കാം. നായകന്മാരുടെ വീട് എന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അതായത് നമ്മുടെ നായകന്മാരുടെ സ്ഥലത്തിനും കുറച്ച് കൂടി മുമ്പെയാണ്. അങ്ങനെ നായകന്മാർ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ആരവും ജഗനുമാണ്. അവർ 2 പേരും ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ സാരംഗിനെയാണ്. സാരംഗ് എണീറ്റു, കുളിച്ചു, റെഡിയായി, ഷർട്ടൊക്കെ എടുത്തിട്ടു നല്ല ജെന്റിൽമാൻ ലുക്കിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളുടെ മാധവും അങ്ങനെയാണ്. നമ്മുടെ മാധവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. പിന്നെ നമ്മളുടെ വിക്രമും അർജുനും കൂടി കുളിക്കുകയാണ്. പിന്നെ ഒരുത്തനുണ്ടല്ലേ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞുമാവ ബണ്ണി സ്മൈലി. അപ്പോൾ ആ കുട്ടി കിടന്നുറങ്ങുകയാണ് ഇപ്പോഴും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ നമ്മളുടെ ഹോബിജ്, അതായത് നമ്മളുടെ മാധവ് താഴോട്ട് വന്നു. അപ്പോൾ ആരവ് ചേട്ടനും ജഗൻ ചേട്ടനും കൂടി പറഞ്ഞു, നീ പോയി നമ്മളുടെ കുക്കിയല്ല കല്യാണെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. വീട്ടിൽ വിളിക്കുന്നവരെ നമുക്ക് കുക്കി എന്നാക്കാടേ, എനിക്ക് എപ്പോഴും കുക്കിന്നേ വരുന്നുള്ളൂ. അപ്പോൾ കുക്കീനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ഹോബിച്ചൻ, അതായത് നമ്മുടെ മാധവ് പോയി കുക്കീനെ വിളിക്കാൻ പോവുകയാണ്. കുക്കിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. നമ്മുടെ ഹോബിച്ചൻ ആദ്യം തന്നെ വന്ന് തലയിൽ തടവി കേട്ടോ, മോനെ എണീക്കടാ. ചേട്ടനാണെങ്കിൽ എണീക്കണ്ടോ, ഇന്ന് സൺഡേ അല്ലേ? സൺഡേയാ, ഇന്ന് മൺഡേ, നോട്ട് സൺഡേ. ഓക്കെ, ബാ ചേട്ടാ ഒന്ന് എണീറ്റ്, എനിക്കൊന്നും വയ്യ എണീക്കാൻ. ആഹാ, ആരവ് ചേട്ടാ, വേണ്ട, ഞാൻ എണീറ്റ്, അതിനെ മാത്രം വിളിക്കരുത്. പിന്നെ ആ ജഗൻ ചേട്ടനാണെങ്കിൽ റാപ്പ് കൊണ്ട് കൊണ്ടാട്ട പാടും, ചീത്ത വിളിയുള്ള റാപ്പ് കൊണ്ട്. അപ്പം അതൊക്കെ അറിയാം, ആ റാപ്പ് ഫുള്ള് ഞാൻ കേൾക്കേണ്ടി വരും നിനക്ക് പകരം. അതുകൊണ്ടാണ് മോൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞ്. എണീറ്റ്. ആ മോനിന്ന് പതിവില്ലാതെ നേരത്തെ എണീറ്റല്ലോ, എന്ത് പറ്റി? ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കളിക്കാൻ പോയ ഒരാളാണ്, അതായത് നമ്മുടെ വിക്രമാണ്. നീ ഇന്ന് നേരത്തെ എണീറ്റോ? ഇന്നലെ രാത്രി ഫുള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഏത് സിനിമ? പറയല്ലേ വിക്രം ചേട്ടാ, സോറി, നിൻ്റെ സ്ട്രോബെറി മിൽക്ക് ഞാൻ കൊണ്ടെത്തിക്കാം പ്ലീസ്. എന്നാ ഞാൻ പറയുന്നില്ല. അത് ആ പുഷ്പ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നടാ. ഇതേത് പന്നിയാടാ ചെന്ന് പറഞ്ഞു കൊടുത്തേ? അതെ, നമ്മളുടെ അർജുനാണ് കേട്ടോ ചാടിക്കയറി പറഞ്ഞത്. നമ്മളുടെ ഹോബിച്ചൻ, അതായത് മാധവിൻ്റെ കൂടെ നമ്മളെ സാരംഗും പിറകെ കയറി വന്നായിരുന്നു കേട്ടോ. എന്തോന്ന് പുഷ്പയാ? എടാ ചെറുക്ക, നിനക്ക് ഇത് എവിടുന്നടാ ഇത്രയും സമയം? ഇന്നലെ ഇവൻ്റെ കൂടെ കിടന്നത് ആരൊക്കെയാ? നിങ്ങൾ 2 പേരും. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കണ്ടു. നല്ല ആൾക്കാർ. അല്ല, ഇവന്മാരൊക്കെ നേരത്തെ എണീറ്റല്ലോ, നിനക്കെന്താടാ എണീക്കാൻ പ്രയാസം? അത് 2-3 വട്ടം കണ്ടു. അതായത് ആ സിനിമയല്ല, അതിലെ കുറേ പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ 2-3 വട്ടം ഇരുന്ന് കണ്ടു. എടാ ചെറുക്ക, നിന്നെയൊക്കെ ആരാടാ ഇങ്ങനെ വഴി തെറ്റിച്ചു വിടുന്നത്? അത് നമ്മളുടെ അർജുൻ ചേട്ടൻ. ഉള്ള എല്ലാം കൂടെ എൻ്റെ തലയിൽ കൊണ്ടിട്ടല്ലേ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാറില്ല, ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. നീ അതേസമയം അത് കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ കിട്ടുന്നത്.
മര്യാദയ്ക്ക് എണീറ്റ് പോയി ഒരുങ്ങി ഇങ്ങോട്ട് വാ. നമ്മൾ ഒന്നാമതേ താമസിക്കും. ഇപ്പം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ കഥ അതോടെ പോക്കാം. പിന്നെ ബോസ് ലേറ്റായി അത് ഇതെന്ന് പറഞ്ഞ് അവന്മാർ അടുത്ത ഇതെഴുതി കൊടുക്കാൻ നമ്മുടെ ആരോ ചേട്ടൻ്റെയിലോ ജഗൻ ചേട്ടൻ്റെയിലോ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കാര്യം പോക്കാം. പെട്ടെന്ന് വന്നേ. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ ഒരുങ്ങി എല്ലാവരും ഒരുങ്ങി കാറിൽ കയറി പോവേണ്ട. ഫസ്റ്റ് നമ്മളുടെ കല്യാൺ, വിക്രം, അർജുൻ പോണു. പിന്നെ നമ്മളുടെ ആരവും ജഗനും വേറെ റൂട്ടിലാണ്. നമ്മളുടെ ഹോബിച്ചൻ അതായത് മാധവും സാരംഗും വേറെ റൂട്ടിലാണ്. നമ്മളുടെ അർജുൻ, വിക്രം, കല്യാൺ പോണ അതേ റൂട്ടിലാണ്. ആ അമ്പലം നമ്മുടെ നായികന്മാർ സൈക്കിൾ ഓടിച്ച് പതുക്കെ വരുന്നത്. നമ്മുടെ നായികന്മാർ സൈഡിൽ കൂടെ പതുങ്ങി സൈക്കിൾ ഓടിച്ച് സുഖമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു അലവലാദികൾ നമ്മളുടെ നായികയുടെ വരത്തോട്ട് വെള്ളം നിറപ്പിച്ചിട്ട് പോയി. അതേ സമയം തന്നെയാണ് നമ്മളുടെ കാർ അവിടെ വരുന്നത്. നമ്മുടെ നായിക വെട്ടിച്ചു കേട്ടോ. മറ്റേ ആ ഒരു വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളുടെ നായികന്മാർ വെട്ടിച്ചതിങ്ങ് എടുത്തപ്പോഴാണ് ഇവന്മാരും കൂടി കൊണ്ടുവച്ച് കയറ്റിയത്. നമ്മുടെ നായികന്മാരുടെ കാല് മുതൽ തല വരെയുള്ള ഭാഗം നനഞ്ഞ് കുളിച്ച്. നമ്മുടെ നായികന്മാരിട്ടിരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നായികന്മാരിട്ടിരുന്ന ഡ്രസ്സ്. നായികന്മാർക്ക് ആകെ സങ്കടം വന്നിരിക്കുക. ഇവന്മാരെ എന്തോ ചെയ്യണം അവിടെ എന്ന് പറഞ്ഞ് ഒരുമാതിരി കുഴഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ കഴുകണമെങ്കിൽ എത്ര സോപ്പ് കട്ടയൊക്കെ ചിലവാകുമെന്ന് നിങ്ങൾക്കറിയോ? ഞാനാണ് എൻ്റെ വീട്ടിൽ തുണി കഴുകുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം എത്ര സോപ്പ് കട്ടയൊക്കെ ചിലവാകുമെന്ന് ഒരു മാസം തന്നെ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അനുഭവം കൊണ്ട് പറയുകയാണ്, കുറേ ചിലവാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ കൃഷ്ണയ്ക്കും പ്രിയയ്ക്കും പിന്നെ നമ്മുടെ അനുവിനും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ബഹളം ഉണ്ടാക്കി. ഒന്നാമതേ കാന്താരീസാണ്. അവൾമാരുടെ വായിച്ചെന്ന് തന്നെ നമ്മുടെ നായകന്മാർ പെട്ടില്ലേ. നമുക്ക് എന്തായാലും നോക്കിയിടാം. തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? തൻ്റെയൊക്കെ കണ്ണെന്താ മാനത്തോട്ടാണോ ഇരിക്കുന്നത്? അവിടെ നിൽക്കാൻ താനെന്താണോ എവിടെ കൊണ്ടാ പറത്തിക്കൊണ്ട് പോണേ? ജെറ്റ് കണക്ക് തനിക്കത് മാനേഴ്സില്ലേ? അവിടെ നിൽക്കാനാ. നമ്മളുടെ വിക്രമിന് അങ്ങോട്ട് ദേഷ്യം കയറി വന്നു. വിക്രം കാറ് നിർത്തി. എന്താടി അവിടെ കിടന്ന് ചിലക്കുന്നേ? പോടാ. വിളിച്ചു വരുത്തിയിട്ട് പോടാന്നോ? നീ ആരടാ എന്നെ ഭരിക്കാൻ? നിനക്ക് കെട്ടിയോണൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാടാ? അധികം വിളച്ചിലെടുത്താലേ എൻ്റെ ഈ 2 കൈയും നിൻ്റെ 2 കവളത്തും ഇരിക്കും. എന്നാ ഒന്ന് അടിക്കടാ. നമ്മളെ നായികയെ വിക്രം കൈ ഉയർത്തിയിട്ടോ. നായികക്ക് അടി വീഴത്തൊന്നുമില്ല. നമ്മളുടെ അനി കയറി പിടിച്ചു. തനിക്ക് ആരോടോ അവകാശം തന്നെ എൻ്റെ അനിയത്തിയുടെ ചെവിക്കുറ്റിക്ക് അടിക്കാൻ നോക്കാൻ? അധികം വിളച്ചല്ല എടുക്കണ്ട. അവളാ അത്രയ്ക്ക് ചെയ്തിട്ട് തന്നെ ആവാം കൈ ഉയർത്തെ. നമ്മൾ അർജുൻ കയറി ഇടപെട്ടു കേട്ടോ. അർജുന് ദേഷ്യമൊക്കെ വരും അനിയന്മാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ. അതെവിടുത്തെ ന്യായമാടോ? അതിവിടുത്തെ ന്യായ, ഞങ്ങളുടെ ന്യായ. എന്തേ? ഞങ്ങളുടെ 3 പേരുടെ വെള്ളം തെറിപ്പിച്ചതും പോരാ, തങ്കിടുന്ന് വിളച്ചിലെടുക്കുന്നോ? വിളച്ചിലെടുത്താലേ ബാക്കിൽ നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിൽ അരിവാളെടുത്തോണ്ട് ഇരിപ്പോണ്ട് തോല ഞാൻ അരിഞ്ഞെടുക്കും. എന്നാൽ അരിഞ്ഞെടുക്കടി. ഒന്ന് നിർത്തിക്കേ രണ്ടും കൂടി. എന്താ ഇവിടെ പ്രശ്നം? നിൻ്റെ ദേഹം നനഞ്ഞില്ലേ? നനഞ്ഞു. ഇവന്മാരാ വെള്ളം തെറിപ്പിച്ച്. എടപ്പാട്ടി, എൻ്റെ ദേഹം ഫുള്ള് വെള്ളം തെറിപ്പിച്ചിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ചേച്ചി ഒന്ന് കൊടുക്ക്, അവനൊന്ന് കൊടുക്ക്. എടി നീ ആരാടി എൻ്റെ ചേട്ടന്മാരെ തൊടാൻ? തനിക്കെന്തോടോ? തോൻ്റെ ചേട്ടന്മാർ അഹങ്കാരം കാണിച്ചിട്ടാ തൊടുന്നേ. ഇതിലാരാ വണ്ടി ഓടിച്ച്? അവന്മാർക്കാണ് കിട്ടേണ്ടത്. ആരാടാ വണ്ടി ഓടിച്ച്? ഞാനാടി. താനാണല്ലേ? വെച്ചിട്ടുണ്ട്. എടി അവിടുന്ന് ആ അരിവാളിങ് എടുക്ക്. എടി അരിവാൾ എടുത്തിട്ടില്ലെന്ന്. ഇവന്മാരെ എന്നാൽ ഒരു കമ്പെങ്കിലും എടുക്ക്. ഇവൻ്റെ തല അടിച്ച് ഞാൻ ഇന്ന് പൊട്ടിക്കും. എന്നാ അടിക്കടി. എടാ ചേട്ടാ, ഇപ്പം ഇവളുമാരെ നോക്കണ്ട. ഇനി എപ്പോഴെങ്കിലും കിട്ടുമല്ലോ, എന്നെങ്കിലും കാണുമല്ലോ. അന്ന് നമുക്ക് പലിശ സഹിതം അങ്ങോട്ട് കൊടുക്കാം. പലിശ സഹിതം കൊടുക്കാനേ ഞങ്ങളെന്താ മൂക്കുത്തിയിടോ? പലിശ സഹിതം കൊടുക്കാൻ
ഞങ്ങളെ പണയം വയ്ക്കാൻ പോവാ. തൊന്നയൊക്കെ പോലീസ് പിടിച്ച് കൊടുക്കണം. എടി വീണ്ടും കയ്യൊങ്ങി. പക്ഷെ അവ അത് താത്തി. അപ്പോൾ പറഞ്ഞു, അടിക്കടാ അടിക്കടാ, എൻ്റെ അച്ഛനെ SP തൊന്നയൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നാട്ടിക്കും. അതുകൊണ്ടോ സ്ത്രീപീഡനത്തിനെ തൊനക്ക് അഴിയെണ്ണും കേട്ടോ. ആഹാ, എന്ന് എനിക്കത് കാണണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ കല്യാണം നമ്മുടെ വിക്രത്തിൻ്റെ കൈ വലിച്ചു. ഇങ്ങ് വാ ചേട്ടാ, നമുക്ക് പോകണ്ടേ. ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ, അല്ലേ ഇവളെയൊക്കെ താനെന്നെ എന്തോ ചെയ്യോടോ. അങ്ങനെ വിക്രം ഒന്നും മിണ്ടാതെ 3 പേരും കാറ് കയറി അങ്ങോട്ട് പരത്തി വിട്ടടിച്ചു. നമ്മുടെ വിക്രത്തിൻ്റെ ദേഷ്യം ഫുള്ള് ആ കാറിൽ തീർക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്പീഡിലാവണേ. നമ്മുടെ നായകന്മാർ ഒട്ടും വിട്ടുകൊടുത്തില്ല. സൈക്കിളിൻ്റെ വേഗം എത്രത്തോളം കൂട്ടാവും അത്രത്തോളം കൂട്ടി.